ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ഓർഡേഴ്സ് ഉണ്ടായിന്, അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. എന്തെന്ന് വെച്ചെങ്കിൽ അച്ചാറിട്ട് ഉണ്ടാക്കുന്നത് മാങ്ങയും ഈത്തപ്പഴം മിക്സ് ആയിട്ടുള്ള അച്ചാറാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. 10 കിലോ മാങ്ങൻ്റെ അച്ചാറാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അച്ചാർ ഇടാൻ വേണ്ടിയിട്ട് മാങ്ങ നല്ല പല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് കട്ടാക്കാൻ വേണ്ടിയിട്ട്. നല്ല വലിയ മാങ്ങ കേട്ടോ. ഓരോരോ മാങ്ങയിൽ എത്രക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്ര വലിയ മാങ്ങ കേട്ടോ. നമ്മുടെ കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല, അത്ര വലിയ മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് നല്ല പല ക്ലീൻ ചെയ്തതിന് ശേഷം കട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല മാങ്ങയാണ്. എല്ലാം ഇതുപോലത്തെ ചെറിയ ചെറിയ സൈസാക്കിയിട്ട് എല്ലാം കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചാക്കിയിട്ട് കുറേ സമയം ഇങ്ങനെ കയ്യിൽ കട്ടാക്കുമ്പോൾ കയ്യും കടിച്ചിട്ടെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ഇടവിട്ടിട്ട് 2 പാത്രത്തിലാക്കിയിട്ട് കട്ടാക്കിയിട്ട് വെച്ചിനവ. അതിൻ്റെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും ഇട്ട് അതിനാവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് അതിലേക്ക് പിന്നെ സിർക്ക വിനാഗിരി ഇല്ലേ അതും കൂടി വെച്ചിട്ട് നല്ല പങ്ങളെ മിക്സ് ആക്കിയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് ബാക്കിയുള്ള സെറ്റാക്കുന്നത്. ഉപ്പും സിർക്കി വെച്ചിട്ട് ഞാൻ 2 മണിക്കൂർ സെറ്റാകാൻ വേണ്ടിയിട്ട് മൂടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിങ്ങനെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കുറേയൊന്നും വെച്ചിട്ടാ, ഒരു അരക്കുപ്പി 1/2 ലിറ്റർ ആവും 2ലേക്ക് ഒത്തിട്ട്. 10 കിലോ മാങ്ങ ഉണ്ടല്ലോ, അപ്പോൾ വലിയ നല്ലോണം അണ്ടിയുള്ള മാങ്ങ ഒന്നുമല്ല, കുറേ വേസ്റ്റ് ഒന്നും ആയിട്ടാണ്. അപ്പോൾ അത് കഴിയുന്നത്ര അതിൽ മാങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വിനാഗിരിയും ചേർത്തില്ലെങ്കിൽ നമുക്ക് അതിനുള്ള അരപ്പ് റെഡി ആവണ്ടേ. അച്ചാറിലേക്ക് വെള്ളമില്ലെങ്കിൽ അരപ്പ് റെഡി ആവില്ല. പിന്നെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്ത അച്ചാറാണ്, പിന്നെ വിനാഗിരി മാത്രം ചേർത്തിട്ടുള്ള അച്ചാറല്ലേ, ഈത്തപ്പഴം മിക്സുള്ള അച്ചാറാണ്. അപ്പോൾ ഈത്തപ്പഴം ഞാൻ രാത്രിയെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കിലോ ഈത്തപ്പഴം രാത്രിയെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. അപ്പം ഈത്തപ്പഴം ഇടുമ്പോൾ നല്ല തിക്നെസ് വരുന്നത് അച്ചാറിന് തന്നെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടുന്ന നല്ല ടേസ്റ്റുമാണ്. ഈത്തപ്പഴം ഇടുമ്പോൾ ഈ അച്ചാറിനൊരു ടേസ്റ്റ് വേറെയാണത്. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെങ്കിലേ 2 പാത്രത്തിലുള്ളതും വലിയൊരു പാത്രത്തിൽ തന്നെ ആക്കിയിട്ട് വെച്ചിനവ. അതെന്താ വെച്ചാൽ അങ്ങനെ വെച്ച് വെച്ചെങ്കിലേ ഒന്നിച്ച് മിക്സ് ആക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടുമെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ മുളകും കറക്റ്റ് അളവിലാക്കിയിട്ട് അതിന് എത്ര ആവശ്യമുള്ള മുളക് ഞാൻ സെറ്റാക്കിയിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നവ. അങ്ങനെ കുറച്ചേ ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ കുറച്ചേ ഇട്ടിട്ട് നല്ല പാങ്ങല മിക്സ് ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കണവ. എന്നെങ്കിൽ ഒന്നാകെ ഇട്ടെങ്കിൽ എല്ലായിടത്തേക്കും മുളത്തല. അപ്പോൾ ഇങ്ങനെ കുറച്ചേ ഇട്ടെങ്കിൽ എല്ലായിടത്തും കറക്റ്റായിട്ട് എത്തുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ കുറച്ചേ ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് കൊടുത്തവ. ഒരു 50 കിലോയിലേറായിട്ടുണ്ടാവും ഞാനിങ്ങനെ ഈ അച്ചാറാക്കിയിട്ട് കൊടുത്തിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ഈ അച്ചാർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതലും ഈ അച്ചാർ തന്നെ ഉണ്ടാക്കൽ. കൂടുതൽ കസ്റ്റമർ നമ്മളോട് ചോദിക്കുന്നതും ഈ അച്ചാറിന് തന്നെയാണ്. ഈ അച്ചാർ വേണമെന്ന് വെച്ചിട്ട് കൊണ്ടയാളെന്നെ പിന്നെ കൊണ്ടുപോകുമ്പോൾ പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ അച്ചാർ ഉണ്ടാക്കലില്ല. അപ്പോൾ ഈത്തപ്പഴം ചെറുപുളിയും വെളുത്തുള്ളി ഇട്ട അച്ചാറും അതും കൂടി ഉണ്ടാക്കിയായിരുന്നു. അതിന് അത്ര വലിയ ഓർഡേഴ്സൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതിന് തന്നെയാണ് കൂടുതൽ ഓർഡേഴ്സ് എനിക്ക് കിട്ടൽ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ച് നിങ്ങൾക്കൊരു ഉപകാരപ്പെട്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തിട്ട് സെയിൽസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു വരുമാന മാർഗ്ഗമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിക്കുകയാണ് നാട്ടിൽ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെയെല്ലാം ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ഒന്നിച്ചുണ്ടാക്കുമ്പോൾ എല്ലാം സെറ്റായിട്ട് കിട്ടും. ഇത് കറക്റ്റ് അളവിൽ. ഈ കുറച്ച് ഉണ്ടാക്കുമ്പോൾ ശരിയാകുന്നില്ല. മാങ്ങക്ക് ഭയങ്കര റേറ്റ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. മാങ്ങക്ക് റേറ്റ് കുറയുന്നേ ഇല്ല. പിന്നെ ചോദിച്ചിട്ട് ആൾക്കാരെണ്ണം കൂടിക്കൊണ്ട് പോയതുകൊണ്ട് പിന്നെ റേറ്റ് കൂടിയെടുക്കണമില്ലല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അച്ചാർ ഉണ്ടാക്കിയിട്ട് ആൾക്കാർ കുറേ ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ല എന്ന് പറയുമ്പോൾ ഒരു പാങ്ങാന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പോൾ പിന്നെ പൈസ കൂടുതലെന്ന് വെച്ചിട്ട് നമ്മളെ കസ്റ്റമേഴ്സിനെ ഇങ്ങനെ വിട്ട് നിൽക്കാൻ കയ്യിലാളെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അങ്ങനെ 1 കിലോ ഈത്തപ്പഴമില്ല ഞാനൊരു 3 ട്രിപ്പാക്കിയിട്ട് അരച്ചിട്ട് എടുത്തിനവ. ഒന്നിച്ചായിട്ട് അരച്ചെടുക്കാൻ കഴിയുന്നില്ല, ടൈറ്റാകുന്നില്ല. വെള്ളം ഒന്ന് കൂട്ടാടെ ഇറക്കുന്നത് കൊണ്ട് ടൈറ്റാവുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് ആക്കിയിട്ട് എല്ലാം 3 ട്രിപ്പാക്കിയിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ആക്കിയിട്ട് കൊടുത്തിനവ. അങ്ങനെ നല്ല പങ്ങനെ ഈത്തപ്പഴവും മാങ്ങയിലോട്ട് നല്ല പങ്ങനെ മിക്സ് ആക്കിയവ. ഈ മുളലിട്ടതിന് ശേഷമല്ലേ ഈത്തപ്പഴം ഇട്ടിട്ടാകുമ്പോൾ അതിനൊരു ചേഞ്ച് വരുന്നത്, എന്തോ ഒരു എക്സ്ട്രാ ഒരു ഗ്ലോസി വരുന്നവ അച്ചാറിന് തന്നെ. അത്രക്കൊരു പെർഫെക്റ്റായിട്ട് വരണമെങ്കിൽ അതിലേക്ക് ഈത്തപ്പഴം തന്നെ ഇട്ടിട്ടാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നുള്ളത്. നല്ല ടേസ്റ്റും കൂടിയാണുള്ളത്. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ കടുകലം പുറന്നിട്ട് വയ്ക്കണ്ടേ. കുറച്ച് കടുകുട്ടിന് പിന്നെ ഉലുവാട്ടിന് പിന്നെ വെളുത്തുള്ളിയും കറിവേപ്പിലും ഇതെല്ലാം ഇട്ടിട്ട് നല്ല പങ്ങളയില്ലേ പൊട്ടിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊയ്ക്കുന്നതാണ്. നമ്മൾ റെഡിയാക്കി വെച്ചിട്ട് ആ മാങ്ങൻ്റെ പരുവത്തിലേക്ക് ഇട്ടിട്ട് കൊയ്ക്കുന്നതാണ്. അത് ഇട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ ഒരു സൗണ്ട് ഉണ്ട് പഠിച്ചോനെ, എന്തോ ഒരു ചിലപ്പോൾ ആ സൗണ്ട് കേൾക്കാൻ. ആ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചുതരാവേ. ആ സൗണ്ട് നിങ്ങൾക്ക് കേൾപ്പിച്ചിരണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സൗണ്ട് കേൾപ്പിച്ചുതരാം എങ്ങനെയാണ്. അടിപൊളി സൗണ്ടേ ആ സൗണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. അങ്ങനെ ആ കറിച്ചപ്പലയും വെളുത്തുള്ളിയെല്ലാം മിക്സ് ആയിട്ട് കുഴക്കുമ്പോഴുള്ള സൗണ്ട് അത് കേൾപ്പിച്ചിട്ട് നിങ്ങൾക്ക് തരണമെന്ന് ഞാൻ വിചാരിച്ചു. അത് മിക്സ് ചെയ്യുമ്പോഴുള്ള സൗണ്ട് നിങ്ങൾ ഒന്ന് കേട്ട് നോക്കാവേ. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ അത് കുറച്ച് സമയം ഞാൻ വോയിസ് ഓവർ സ്റ്റോപ്പ് ആക്കുന്നു.
ചേലില്ലേ നിങ്ങൾക്ക് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ? എനിക്ക് നല്ല ചേലിനുണ്ടാവേ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചത്. പിന്നെ ഇത് എന്ത് സൗണ്ട് ഇപ്പം അങ്ങനെയൊന്നും പറഞ്ഞ് കമൻറ്റ് ഇട്ടിട്ടുണ്ടാവേ. ഇതെന്താ വെച്ചെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് കുറച്ചിട്ടതേ. എന്താ വെച്ചെങ്കിൽ ഉലുവ പൊടിച്ചിട്ട് ബർത്തിരി പൊടിച്ചിടുമില്ല, നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ അതിന് വേണ്ടി ആ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേ നിട്ടിട്ടാണ് കുറച്ച് പൊടിച്ചിട്ടിട്ടത്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതിൽ ഞാൻ പാക്കിംഗ് എല്ലാം ആക്കുന്നതായിട്ട് മുന്നേ ഒരു 3 ബോട്ടിൽ കൊടുത്തിനെ 1 കിലോൻ്റെ. എന്താ വെച്ചെങ്കിൽ വീഡിയോ എടുക്കുന്നതായിട്ട് മുന്നേ കസ്റ്റമർ ഒരാൾ വന്നിട്ടുണ്ടായിന്. അപ്പോൾ പാക്ക് ആക്കിയിട്ടാകുമ്പോൾ ആയിപ്പോൾ 2 കുപ്പി ഇട്ട് തന്നിട്ടാണ് അവനെ കൊടുത്ത് എല്ലാം സെറ്റാവോളം കാലത്ത് നിന്നിട്ട് കൊണമില്ലാന്ന് വെച്ചിട്ട് അങ്ങനെ ഒരു 3 ബോട്ടിൽ ഞാൻ കൊടുത്തേനെ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ എല്ലാം ബോട്ടിലാക്കിയിട്ട് വെച്ചാണ്. ഇനി ആരെങ്കിലും വരുമ്പോൾ ഇങ്ങനെ ഓരോന്നോരോന്നേ കൊടുക്കാനായി ഇപ്പോൾ ഉണ്ടാകാമെന്ന് വെച്ചിട്ട് എല്ലാം ഇട്ടിട്ട് സെറ്റാക്കിയിട്ട് വെച്ചാണ്. പിന്നെ എന്താ വെച്ചെങ്കിൽ അപ്പോൾ നിങ്ങളോട് പറയാണെന്ന് വെച്ചെങ്കിലേ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യട്ടെ, നല്ലൊരു വരുമാന മാർഗ്ഗം കൂടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് തന്നെ വന്നത്. ആർക്കെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കിയിട്ട് കൊടുക്കട്ടെ. ഞാൻ ഇത് 1/2 കിലോ 500 ഗ്രാമിൻ്റെ 250 ഗ്രാമിൻ്റെ ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കുന്നുണ്ടായിരുന്നത്. കവറിലാക്കിയിട്ട് കവറിലാക്കിയിട്ടും കൊടുക്കുന്നത്. കൂടുതൽ ഓർഡേഴ്സ് എനിക്ക് വരുന്നില്ല, ഇത് ദുബൈക്ക് കൊണ്ടുപോകുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് കൊടുത്തേക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ ഈ കവറിലിട്ടിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് വേറൊരു ബോട്ടിലാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ പിന്നെ ബോട്ടിൽ തന്നെ ആക്കുന്നത്. പിന്നെ ഇത് പ്ലാസ്റ്റിക് കമ്പനിയില്ലേ, അവിടെ നിന്ന് തന്നെ വാങ്ങുന്ന ബോട്ടിലാണ് ഞാൻ. പിന്നെ ഇങ്ങനെ ഷോപ്പിൽ നിന്ന് വാങ്ങുന്നതല്ല, അതിൻ്റെ കമ്പനി തന്നെ ബോട്ടിൽ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഈ പ്ലാസ്റ്റിക് കമ്പനി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ ബോട്ടിൽ വാങ്ങലാണ്. അപ്പോൾ കുറേ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ കുറച്ചത്തിന് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചായിട്ട് ഇങ്ങനെ വാങ്ങലാണ്. അങ്ങനെ 1 കിലോ വരെ 1/4 കിലോ വരെ ആയിട്ട് എല്ലാം ബറബറാക്കി ഇട്ടിട്ട് വെച്ചവേ. വലിയ തൂക്കേണ്ട വലിയ ഇങ്ങനെ ആവശ്യമൊന്നും വന്നിട്ടാന്ന് വെച്ചെങ്കിൽ അധികം കുപ്പിയിൽ കണക്കായിട്ടുള്ള കുപ്പി തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഏകദേശം എല്ലാം അതിൽ തന്നെ ആയിട്ടുണ്ട്. കുറച്ചങ്ങോട്ടും ഇങ്ങോട്ടും ആയതെല്ലാം ഞാൻ അഡ്ജസ്റ്റ് ആക്കി ഇട്ടിന്. ബാക്കിയെല്ലാം കറക്റ്റ് ഞാൻ ഏകദേശം അതിലിടുമ്പോൾ തന്നെ അത് കറക്റ്റ് ഏകദേശം അളവ് തന്നെ ആകുന്നുണ്ട്. കാരണം കവറിലിടുന്ന പോലെയല്ല, ബോട്ടിലിടുമ്പോൾ ഇത് കറക്റ്റ് ആകുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഓരോന്നോരോന്നായിട്ട് ഞാൻ കുപ്പിയിലാക്കുന്നുണ്ട്. വലിയ പണിയുള്ളതൊന്നുമല്ല, വലിയ പേനയൊന്നുമില്ല ഇത് ഉണ്ടാക്കാൻ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യേ. കാരണം വെറുതെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ സമയം കളയുന്ന ഫോൺ നോക്കിയിട്ട് സമയം കളഞ്ഞിട്ടെല്ലാം നിൽക്കുന്നതിനും കാട്ടില്ല, ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യുമ്പോൾ ഇല്ലേ നമുക്ക് കയ്യിൽ തന്നെ ഒരു ക്യാഷ് കിട്ടുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ സെയിൽസ് ചെയ്യും. പിന്നെ അച്ചാർ കൂട്ടാത്തതായിട്ട് ആരും ഉണ്ടായില്ല. ചെറിയ 2 വയസ്സുള്ള കുഞ്ഞു മുതൽ ബേസായൊക്കെ വേണ്ടത് വരെ അച്ചാറിന് അപ്പത്തിന് എനിക്കെല്ലാം അപ്പത്തിനെങ്കും വേണ്ടത് അച്ചാറിന്. അച്ചാറില്ലാത്ത കളിയില്ല. പക്ഷേ ലാസ്റ്റ് ആകുമ്പോൾ എനിക്ക് ഇതെല്ലാം പാക്കിംഗ് ആയിട്ടാകുമ്പോൾ ഇല്ലേ അച്ചാർ ഉണ്ടാകുന്നില്ല. എനിക്ക് എപ്പോൾ ഓർഡറിന് പറഞ്ഞനുസരിച്ചിട്ട് മാത്രം എനിക്ക് കറക്റ്റായിട്ട് മാങ്ങയെല്ലാം കിട്ടല്. ഞാനിത് 10 കിലോ അച്ചാറിൻ്റെ ഓർഡറെങ്കിൽ ഞാൻ 10 കിലോ മാങ്ങ തന്നെ വാങ്ങും. 1-2 കുപ്പി ബാക്കിയുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റാറ്റസ് ഇട്ടിട്ടാകുമ്പം കസ്റ്റമർ ചോദിക്കുമ്പം അങ്ങനെ അതും കഴിഞ്ഞു പോകുന്നു. അങ്ങനെ എനിക്കൊരു അച്ചാർ എപ്പോൾ ബാക്കിയുണ്ടല്ലോ 2-3 സ്പൂണാ മറ്റും ബാക്കിയുണ്ടെങ്കിലായി അത്ര തന്നെ. ആരെങ്കിലും വന്നിട്ടാകുമ്പോൾ ഇങ്ങനെ അച്ചാറൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ എനിക്കൊരിക്കലും നാണക്കിടാവില്ലാന്ന്. നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് നമ്മൾ പറയില്ല അച്ചാറില്ല അറിയുമ്പോൾ അത്രക്കും അച്ചാർ കൂട്ടാൻ അങ്ങനെ ഉണ്ടാകുന്നില്ല. അങ്ങനെയാണ് അവസ്ഥയാണ്. അപ്പോൾ എന്താ വെച്ചെങ്കിൽ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കിയിട്ട് സെയിൽസ് ചെയ്യേ. കൂടുതൽ പേരും നല്ല അഭിപ്രായമാണ് പറഞ്ഞിട്ടുണ്ടാകുന്നത്. പിന്നെ ബാഡ് കമൻറ്റ് ചില ആൾക്ക് ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും എല്ലാത്തരം ഇഷ്ടപ്പെടുന്നിട്ടില്ലല്ലോ. ഈത്തപ്പഴം മിക്സിൽ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് മാങ്ങ മാത്രമുള്ളത് വേണം, ചിലർക്ക് ഈത്തപ്പഴം മാത്രമുള്ളത് വേണം. അപ്പോൾ ഇത് മിക്സ് ആകുന്നതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായില്ല. മാക്സിമം 99% ആളും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടാണ് എനിക്കിതിപ്പോൾ ഓർഡേഴ്സ് കൂടുതൽ കിട്ടിയത്. ഞാൻ 2-3 കിലോ അച്ചാറാക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഒന്നിച്ച് 10-15 കിലോ ഒന്നിച്ചാണ് അച്ചാർ ഉണ്ടാക്കുന്നുള്ളത്. അതൊക്കെ നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രം ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത്ര ഓർഡേഴ്സ്. ഫസ്റ്റ് ടൈം വാങ്ങുന്ന ആൾ ടേസ്റ്റ് ഉണ്ടാകുന്ന നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങും. പിന്നെ വാങ്ങിയ ആൾ ദുബൈക്ക് കൊടുത്ത് വിടാൻ. പിന്നെ വാങ്ങിയാൽ പിന്നെയും ടേസ്റ്റാണ്. ഇനി നോമ്പൊക്കെ വരുന്നല്ലേ. പിന്നെ ഇത് ഉണ്ടാക്കുന്ന വലിയ മാങ്ങയില്ലേ, ആ വലിയ മാങ്ങൻ്റെ അച്ചാറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചെറിയ മാങ്ങൻ്റെ അച്ചാർ ഞാൻ ഉണ്ടാക്കില്ല. ഇനി പിന്നെ പുളിയെല്ലാം കുറച്ച് കൂടുതലുണ്ടാകും. അപ്പോൾ ഈ ടേസ്റ്റൊന്നും അതിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടേ ഉണ്ടാക്കിയിട്ട് കൊടുക്കലൊന്നുമില്ല. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നതാണ്. ഫസ്റ്റ് ടൈം പറഞ്ഞാൽ ഇപ്പോൾ ഒരു 5-6 മാസമായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഈ അച്ചാറിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കൈപ്പുണ്യം എന്ന് പറയുന്നില്ല, അതുപോലെ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ആയതായിരിക്കും, അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഉണ്ടാക്കി ഓടിക്കുമ്പോൾ നമുക്കും ഉണ്ടാക്കാൻ പിന്നെയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നുണ്ട്. നല്ല പാങ്ങുമാണ് അങ്ങനെ ഉണ്ടാക്കാൻ. ആ മാങ്ങ ഉണ്ടാക്കിയിട്ട് എല്ലാം പാക്കാക്കുമ്പോൾ മുറിക്കുമ്പം എല്ലാം സെറ്റാക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. നമ്മളെ പുരയിലത്തെ പണിയെടുക്കുന്ന പോലെയല്ല, ഇങ്ങനത്തെ പണിയെടുക്കുമ്പോൾ ഒരു മടിയില്ലാവേ. പുരയിൽ അടിച്ച് തുറത്താനും ക്ലീൻ ആക്കാനെല്ലാം നാളേക്കാം നമ്മൾ മാറ്റി വെക്കുന്നില്ലേ. പക്ഷേ ഇത് നമ്മൾ മാറ്റി വെക്കുന്നില്ലാവേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ഇതുപോലെ എന്തെങ്കിലും വരുമാനം ഇല്ലാത്ത ആരെങ്കിലും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന പെണ്ണുങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് സെയിൽ ചെയ്യട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.